ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. വിശാഖഷഷ്ഠി മന്ത്രം 49. തുമ്പറ്റ സംസരണവൻ പറ്റു നോക്കിൽ ഇതിൽ അൻപുറ്റു പോകയരുതേ. മുമ്പറ്റതായ കഥ പിമ്പത്ര വന്നതിനു പിമ്പും യദൈവ ച തഥാ. എൻ പക്ഷമിന്നിതിനു കമ്പാറ്റു പോം പളനി വമ്പൂറ്റ ദേവപദമാം. സമ്പത്തിലെ മണിച്ചിലമ്പറ്റമാർന്ന മൃദു പൊൻപട്ടിലെ സ്മരണയാൽ. ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. ഓം ശുഭദിനം, സുപ്രഭാതം. ഏവർക്കും വിനീതമായ നമസ്കാരം. വിശാഖഷഷ്ഠി മന്ത്രം 49 വരികളിൽ ഉള്ളടങ്ങിയിരിക്കുന്ന അർത്ഥം എപ്രകാരമാണെന്ന് നമുക്ക് നോക്കാം. ആദ്യവും അവസാനവുമില്ലാത്തതാണ് സംസാരം. അതിനോട് മനസ്സിനുണ്ടാകുന്ന വലുതായ പറ്റിച്ചേരൽ ആപത്തുണ്ടാക്കുന്നതാണെന്ന് ആലോചിച്ച് നോക്കി മനസ്സിലാക്കി. അതിൽ വലുതായ താല്പര്യം വെക്കുന്ന തെറ്റ് ചെയ്തു പോകരുതേ. ഈ ജീവിതത്തെ പറ്റി എനിക്കുള്ള കാഴ്ചപ്പാട് അത് അനാദിയാണെന്നാണ്. അതിന്റെ തുടർച്ച എന്ന നിലയിൽ ഉള്ളതാണ് ഇപ്പോൾ ഇവിടെ നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ജീവിതം. ഇനിയും അതുപോലെ തന്നെ അത് തുടരുകയും ചെയ്യും. ഇങ്ങനെ അവസാനമില്ലാതെ തിരിഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് സംസാര ചക്രം എന്ന് എന്റെ കാഴ്ചപ്പാടിന് നിലനിൽപ്പില്ലാതാക്കി തീർക്കുന്നതായിട്ട് ഒന്നേ ഉള്ളൂ. അത് പളനിയാകുന്ന മാഹാത്മ്യമേറിയ ദേവസ്ഥാനത്തിൽ അഥവാ ദേവൻ പാദത്തിൽ കാണുമാറാകുന്ന വിലമതിക്കാനാകാത്ത തരത്തിലുള്ള മണിച്ചിലമ്പ് കൊണ്ട് അരികു ഞൊറിഞ്ഞിട്ടുള്ള മൃദുവായ പൊൻപട്ടിനെ സംബന്ധിക്കുന്ന സ്മരണ മാത്രമാണ്. അഥവാ ആ ഭഗവാന്റെ കണങ്കാൽ പൊതിഞ്ഞിരിക്കുന്ന മൃദുവായ പൊൻപട്ടും അതിന്റെ അറ്റത്തു കാണുന്ന മണിച്ചിലമ്പും ഓർമ്മയിൽ വരുമ്പോൾ മാത്രമാണ്. ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. ഓം ശ്രീ ശാരദാംബികായേ നമഃ.